ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നാളെ വിഷുവാണ്, സോ ഞാൻ കണി ഒരുക്കാൻ പോവാണ്. രാത്രിയാണ് കേട്ടോ കൊന്നപ്പൂ കിട്ടുന്നത്. അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് കല്യാണിയുടെ വീട്ടിൽ നിന്നാണ് ഇപ്രാവശ്യം കൊന്നപ്പൂ കിട്ടിയത്. പ്ലാസ്റ്റിക്കിന്റെ പൂ വാങ്ങിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. അപ്പോഴാണ് ആൻറ്റി പറഞ്ഞത് വീട്ടിലുണ്ട്. അങ്ങനെ ആൻറ്റിയുടെ ഹസ്ബൻഡ് മധു അങ്കിള് പാവം കേട്ടോ രാത്രി കൊണ്ടു തന്നു. പൂ കിട്ടാതെ നല്ല വിഷമിച്ചിരിക്കുമായിരുന്നു കേട്ടോ. ഞാൻ വാങ്ങിച്ച ഫ്രൂട്ട്സും എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഇനി അറേഞ്ച് ചെയ്യണം. മാങ്ങ ഞങ്ങളുടെ വീട്ടിലുള്ളതാണ്. എല്ലാ വർഷവും ഞാൻ തന്നെയാണ് കേട്ടോ വീട്ടിൽ കണി ഒരുക്കുന്നത്. ഇപ്രാവശ്യം ഒരാളും കൂടെ ഉണ്ട്, റിക്കിയും കൂടെ കൂടിയിട്ടുണ്ട് എൻ്റെ കൂടെ. സാധാരണ ഇവനെ വീട്ടിനകത്ത് ഞങ്ങൾ അധികം കയറ്റാറില്ല. ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ മാങ്ങ പറിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേ ഇവനും വീട്ടിനകത്ത് കയറാൻ വേണ്ടി കരഞ്ഞ് വിളിച്ച ലാസ്റ്റ് അമ്മ അകത്ത് കയറ്റിയതാണ്. റിക്കി അകത്ത് കയറിയാൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യത്തൊന്നുമില്ല കേട്ടോ. ഞാൻ കണി ഒരുക്കുന്നതൊക്കെ നോക്കി മിണ്ടാതെ കിടക്കുവാണ്. ഇതെല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി 1-2 സാധനങ്ങളും കൂടെ വെക്കാനുണ്ട്. ഫൈനലി കണി റെഡി ആയിട്ടുണ്ട്. ഇനി രാവിലെ എണീറ്റ് കണ്ടാൽ മതി. ഈവനിങ് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ കൊന്നപ്പൂ പോലും കിട്ടാനില്ലായിരുന്നു. ഭാഗ്യത്തിനാണ് കൊന്നപ്പൂ കിട്ടിയത്. കണിയൊക്കെ ഒരുക്കി കഴിഞ്ഞു. ഞാൻ ദേ ഇനി പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. രാവിലെ എണീക്കാനുള്ളതല്ലേ. രാവിലെ എണീറ്റു, കണിയൊക്കെ കണ്ടു. അച്ഛൻ്റെ അമ്മയുടെ ഒന്നും കൈനീട്ടൊക്കെ വാങ്ങിച്ചിട്ട് നേരെ അമ്പലത്തിലോട്ട് പോയി. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇനി വീട്ടിൽ പോയിട്ട് വേണം സദ്യക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്രാവശ്യം ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, കുറച്ച് ഐറ്റംസേ ഉള്ളൂ കേട്ടോ. സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തോരൻ കൂടെ ഉണ്ടാക്കണം. ഇപ്രാവശ്യം ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അവിയലും തോരനും കിച്ചടിയും മാത്രമേ ഉള്ളൂ. പിന്നെ സാമ്പാറും രസവും മോരും ഉണ്ടാക്കി. കിച്ചടിയും രസവും മാത്രമാണ് അമ്മ ഉണ്ടാക്കിയത്. ബാക്കി എല്ലാ ഐറ്റവും ഞാനാണ് കേട്ടോ ഉണ്ടാക്കിയത്. പരിപ്പ് എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് അമ്മയോട് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. സാമ്പാറാണ് എനിക്ക് ഇഷ്ടം. എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല, ഈ വർഷം വിഷു കുറച്ച് സ്പെഷ്യൽ ആയിരുന്നു എനിക്ക്. അതെന്താന്നുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ഇന്ന് അമ്മ ഉണ്ടാക്കിയ രസം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു രസമായിരുന്നു. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇന്നലെ ബോളി വാങ്ങിച്ച കാര്യം എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ അത് കഴിക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് ചേച്ചി പായസം ഉണ്ടാക്കിക്കൊണ്ടുവന്നു. നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി പാലട മിക്സ് വാങ്ങിച്ചു വെച്ചു, പക്ഷെ ഇപ്രാവശ്യം ഉണ്ടാക്കിയില്ല. ബോളിയും പായസം കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്രാവശ്യത്തെ എൻ്റെ വിഷു കുറച്ച് സ്പെഷ്യലാണെന്ന് തോന്നിയില്ലേ? കാരണം സാധാരണ നമുക്ക് വിഷുവിന് കൈനീട്ടം തരുന്നത് പേരൻസും പിന്നെ റിലേറ്റീവ്സും കസിൻസും ഒക്കെ ആണല്ലോ. ഇപ്രാവശ്യം എനിക്ക് എൻ്റെ ഫ്രണ്ട്സും കൈനീട്ടം തന്നു. ഇതിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കൈനീട്ടം തന്നെ ഞെട്ടിച്ചു കളഞ്ഞത്. പാവം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രാവിലെ എനിക്ക് മെസ്സേജ് അയച്ചു, GPay ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പണ്ട് എനിക്ക് ഗൂഗിൾ പേ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എന്നോട് ചോദിച്ചത് എനിക്ക് GPay ഉണ്ടോ. പക്ഷേ ആ മെസ്സേജ് ഞാൻ കാണുന്നത് ഈവനിങ് ആണ്. രാവിലെ അമ്പലത്തിൽ പോയി പിന്നെ വന്നിട്ട് സദ്യക്കുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ മെസ്സേജ് കണ്ടില്ല. ഈവനിങ് ആയപ്പോൾ പുള്ളിക്കാരൻ ഒന്നുകൂടെ മെസ്സേജ് അയച്ചു. അപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ മെസ്സേജ് കാണുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി, അത് കൈനീട്ടം അയക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചുമ്മാ പറ്റിക്കാൻ പറയുമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഇല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് എനിക്ക് ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഉണ്ട്. എന്നിട്ട് ഞാൻ വിചാരിക്കുന്നത് പണ്ടൊക്കെ 1 റുപ്പി അയച്ചു കൊടുക്കുമല്ലോ, അതുപോലെയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു, എടാ ഞാൻ ഒരു ചെറിയ എമൗണ്ട് അയച്ചിട്ടുണ്ട്, വലിയ എമൗണ്ട് ഒന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പം ആളെനിക്ക് 101 റുപ്പീസാണ് അയച്ചേക്കുന്നത്. ചെറിയ എമൗണ്ട് ഒന്നും അല്ല. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഫ്രണ്ട്സ് അയക്കുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ആൾ എൻ്റെ കോളേജിലെ സീനിയറാണ്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല, ആൾ എനിക്ക് എൻ്റെ ബ്രദറിനെ പോലാണ് കേട്ടോ. അത് നോക്കാൻ വേണ്ടി കയറിയപ്പോഴാണ് വേറൊരാൾ എനിക്ക് രാവിലെ തന്നെ 1 റുപ്പി അയച്ചിട്ടുണ്ടായിരുന്നു. വേറെ ആരുമല്ല, എൻ്റെ എല്ലാ വീഡിയോസിനും കമൻറ്റ് ഇടുന്ന ഒരാളുണ്ടല്ലോ, റിക്കി, അഡ്വക്കേറ്റ് റിക്കി. ഇതും എൻ്റെ കോളേജിലെ സീനിയർ തന്നെയാണ്. അപ്പോൾ അവർ 2 പേരും എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് മെൻഷൻ ചെയ്യേണ്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ പറയാത്തത്. എന്തായാലും ഞാൻ ഒരുപാട് ഹാപ്പി ആയി കേട്ടോ. ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.